ഹലോ, നമ്മളിന്ന് നിൽക്കുന്നത് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ഇന്ന് എൻ്റെ തിരുവോണം എന്ന് പറയുന്നത് ഇവരോടൊപ്പമാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഇന്ന് ഡ്യൂട്ടിയിൽ നിൽക്കുന്നവർക്കായിട്ടാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് നമ്മുടെ പെരുങ്കുടിയിലുള്ള CO നഗർ യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇവർ നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചല്ല ഫുഡ് കൊടുക്കുന്നത്. ഇതിലുള്ളവർ തന്നെ അവരുടെ വീടുകളിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ 3 തരം അച്ചാർ മുതൽ പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, ചോറ്, കൂട്ടുകറി, സാമ്പാർ, രസം, പായസം, ബോളി എല്ലാം ഉണ്ട്. ഇത് ഓരോരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്തതാണ്. അതായത് ഇവരുടെ കൂടെയുള്ളവർ തന്നെ അവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം കളക്ട് ചെയ്തെടുത്ത് കറക്റ്റ് 11 മണിയായപ്പം ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. ചിപ്സ്, ഉപ്പേരി എല്ലാം ഉണ്ട്. അടൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുങ്കുടി CO നഗർ യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും അന്ന് അത്യാഹിതം സംഭവിച്ച് ഇവിടെ വരുന്ന കുറച്ച് പേഷ്യൻസിന് അവരുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ 4ാം വർഷമാണ്, സ്റ്റാഫുകൾക്കുൾപ്പെടെ 4ാം വർഷമാണ് ഇവിടെ ഒരു തിരുവോണ വിരുന്ന് ഒരുക്കുന്നത്. അതിൽ സ്വാഗതം പറയാൻ നമ്മുടെ CO നഗർ യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരി സുനിൽകുമാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പ്രതാപണ്ണനും അടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ R അനിൽ അവർക്കും ഇന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ രേഷ്മ അവർക്കും റാസി ഡ്യൂട്ടി ഓഫീസർ നഴ്സ് അവരുടെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ സ്വാഗത പ്രസംഗവും അതുപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങും നിർവഹിക്കുവാൻ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ സുനിൽ സാറിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും യുവജനകൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റുമായ പ്രതാപണ്ണൻ, ഇതിൻ്റെ പ്രസിഡന്റ് ജാക്കി കലാധരൻ, ഈ ഓണസദ്യ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ അനിത വർഗർ, അതോടൊപ്പം തന്നെ ഡോക്ടർ കിഷ്മ, നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള റാസി, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, യുവജന കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകരും, 2021 4ാം വർഷമാണ് നമ്മൾ ഇതുപോലുള്ള ഓണസദ്യ സംഘടിപ്പിക്കാറുള്ളത്. പലർക്കും പല അസുഖങ്ങളും കൊണ്ടും സ്വന്തം വീട്ടിൽ അമ്മമാരടുത്തൊന്നും ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി എല്ലാ വർഷവും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റാണ് റാസിവർഗർ, അവരുടെ ഏറെ സ്നേഹത്തോടു കൂടി ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള അജയന്റെ റിപ്പോർട്ടർ സാജയുടെ ഈ ഘാതവുമായി ചെയ്തുകൊള്ളുന്നു. കാര്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാർ, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റുമാർ, നമ്മുടെ പൊതുപ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാർത്ത അവസാനിക്കുന്നു. രോഗികൾക്കും അവിടെ കുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഭക്ഷണം കൊടുക്കുകയല്ല, സദ്യ കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, തിരുവോണം എന്ന് പറയപ്പെടുന്ന ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തിരുവോണനാൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ഈ തിരുവോണനാൾ പോലും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് സദ്യ കഴിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ കൃത്യതയോടുകൂടി ആ ദിവസം അവിടെ വീടുകൾ ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ സദ്യ ഒരുക്കേണ്ടവരും ഇരുന്ന് ഉണ്ണേണ്ടവരും കുടുംബത്തോടു കൂടി കഴിക്കേണ്ടവരും ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം ചെയ്യുകയാണ്. അതാണ് മഹത്തായിട്ടുള്ള പ്രവർത്തനം. ഭക്ഷണം തരുന്നതും സദ്യക്കും നൽകുകയാണ്. നിങ്ങളോടൊപ്പം ഏറ്റവും ഒരു നല്ല പ്രവൃത്തിയായിട്ടാണ് ഞാൻ ഇതിനെ ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അത്തരത്തിലൊക്കെ തന്നെ നടത്തുന്ന ഒരുപാട് കൂട്ടങ്ങളും വിവിധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും വായനശാലകളും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചില വിഷയങ്ങൾ കൊണ്ടാണ്. എന്താണ് ഇവിടെ നമ്മളെ നിർബന്ധമാകുകയാണ്. തിരുവോണം സദ്യ ഉണ്ണേണ്ട ഒരാളാണ് അതായിരിക്കുന്നത്. ആഗ്രഹവും ഒരുപാടുണ്ട്. മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഈ പറഞ്ഞ നേരത്തെ വന്ന രേഷ്മ ഡോക്ടറായിരുന്നാലും റാസി ആയിരുന്നാലും ഇല്ലേ, ശ്രീ റാസി ആയിരുന്നാലും ഒക്കെ തന്നെ നിങ്ങളൊക്കെ ആയിരുന്നാലും ഇല്ലേ, നമ്മുടെ ബന്ധുക്കൾ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ വീട്ടുകാരെല്ലാം വളരെ വിഷമത്തിലാണ്. എന്താണ്, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, എൻ്റെ മകൾ ഇല്ല, ഹോസ്പിറ്റലാണ് അല്ലേ, അവരെല്ലാവരും ഇതേ പ്രയാസം അനുഭവിക്കുന്നു വീട്ടിൽ അല്ലേ. പക്ഷെ അത്തരത്തിൽ നമുക്ക് പ്രയാസം മാറണം,
എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വലിപ്പച്ചെറുപ്പമില്ലാതെ സമ്പന്നോ പാവപ്പെട്ടതോ ഇല്ലാതെ മറ്റൊരു വിവേചനങ്ങളുമില്ലാതെ മലയാളികളെ സംബന്ധിച്ച് വൈകാരികമായിട്ട് ഏറ്റവും ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ഓണം എന്ന് പറയുന്ന സുദിനം. പ്രകൃതി പോലും അത്തരത്തിൽ മാറുകയാണ് അല്ലേ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും വരൾച്ചകളും മഴയൊക്കെ മാറി പ്രകൃതി പോലും ഓണത്തെ വരവേൽക്കുന്നതിൽ സന്തോഷ ദിനത്തെ വരവേൽക്കുന്ന തരത്തിലാണ് മാറുന്നത്. ആ ദിനത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ആത്മവിശ്വാസം നൽകുകയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അതോടൊപ്പം ഈ ഓണം ആഘോഷിക്കുകയാണ് അവർ, അല്ലെങ്കിൽ സദ്യ ഉണ്ണുകയാണ് അവർ. നിങ്ങൾക്ക് ഒരു കുറവുമല്ല. നിങ്ങളുടെ വീട്ടിലെ മക്കളാണ് അല്ലെങ്കിൽ കുടുംബക്കാരാണ് സഹോദരന്മാരാണെന്നുള്ള കരുതിക്കൊണ്ട് തന്നെ ഒരു കുറവും വരാതെ ഒരു പ്രയാസവും വരാതെ സന്തോഷത്തോടു കൂടി സദ്യ കഴിക്കണം. കിടക്കുന്ന ആളുകൾക്ക് കൂടി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതുക. അതിന് നമ്മുടെ കൂട്ടായ്മ തന്നെ ആ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യും. അവിടെ അവർക്കൂടെ കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രയാസം എല്ലാവർക്കും അതുപോലെ വളരെ വിഷമത്തോടെയാണെങ്കിലും ഈ സുദിനത്തിൽ ഇവിടെ ഈ ആരോഗ്യമായി കഴിഞ്ഞു വരുന്ന ആളുകൾക്കും എല്ലാവർക്കും ഞാൻ ആദ്യമായി 1000 ഓണാശംസകൾ. നല്ല സുദിനത്തിൽ ഈ ഹോസ്പിറ്റലായതിനു ശേഷം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഈ നാട്ടുകാരെ ചെറുപ്പക്കാർ നടത്തുന്ന ഈ സംരംഭങ്ങൾ തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവരും ഭാവങ്ങളും നേരുന്നു. ആദ്യം തന്നെ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. നമുക്കറിയാം ഇന്ന് തിരുവോണമായിട്ട് ശിവനഗർ യുവജനക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തിരുവോണ സദ്യ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഡോക്ടേഴ്സ് അങ്ങനെ വിവിധ മേഖലയിലുള്ള ആൾക്കാർ നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. അപ്പം അത് ആഘോഷിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകൾ സാർ പറഞ്ഞവരാണ്. ഒന്ന് ആശുപത്രിയിലെ രോഗികൾ, അതുപോലെ അവരെ കൂട്ടിരിക്കുക, നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അത്യാവശ്യ സർവീസിൽ പെടുന്ന ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള എടുക്കും 3 ആളെ വീഡിയോ എടുക്കുന്നത്. ഇവിടെ സ്റ്റെപ്പിൽ പറയുന്നത് ഇല്ല
ഇവിടെ വന്ന് കഴിക്കാൻ പറ്റാത്ത രോഗികൾക്ക് പാഴ്സൽ കൊടുത്തു വിടുകയാണ്. ഫുഡ് കഴിച്ചിട്ട് സുഖമില്ലാത്ത പാഴ്സലാണ്.